ഹലോ, നമുക്കിന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മട്ടൻ്റെ ലെങ്സ് ആണ് കേട്ടോ. പതിരെന്നാണ് തോന്നുന്നത് ഇതിനെ പറയണത്. അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി നമ്മൾ എണ്ണയിലേക്ക് പെരിഞ്ചീരകവും മുളകും പൊട്ടിച്ച് ചെറിയ ഉള്ളിയും സവാളയും ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ശേഷം നമ്മളൊരു മസാല പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകം കുരുമുളക് പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഇട്ടിട്ട് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നിട്ട് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പതിരുണ്ടല്ലോ, ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി സെറ്റായി. ഇത് കറിയായിട്ടും എടുക്കാം കേട്ടോ, പക്ഷെ ഞാൻ ട്രൈ ആക്കിയിട്ടാണ് എടുത്തത്. അതിനുശേഷം അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാനായിട്ട്. അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടോ. എന്നിട്ട് ഞാൻ നേരെ ചെമ്മീൻ കള്ളാനാണ് പോയി നിന്നത്. നല്ല കുഞ്ഞി ചെമ്മീനാണ് ഇന്ന് വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് ആദ്യം കിള്ളാനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്ന സമയത്ത് അപ്പോൾ ചേട്ടൻ്റെ അമ്മ ഇത് കിള്ളിയെടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നേ. ഇപ്പോൾ എനിക്ക് കിള്ളാൻ അറിയാട്ടോ, പക്ഷേ അധികം സ്പീഡൊന്നും ഇല്ല അമ്മയെ പോലെ. പക്ഷേ എങ്കിലും ഞാൻ അധികമൊക്കെ ഒന്ന് കിള്ളി എടുത്തിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ പിന്നെ നമ്മൾ ഫ്രീസറിലാണ് കേട്ടോ സൂക്ഷിച്ച് വെക്കുന്നത്. കാരണം ഇവിടെ വേസ്റ്റ് എടുക്കുന്ന ചേട്ടൻ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ വരാറുള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ ബോക്സിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ കുറച്ച് ബീൻസ് ഇട്ട് വെക്കാനായിട്ട് എടുത്തിട്ടോ. അപ്പോൾ ബീൻസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണേ. ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇത് താളിച്ചെടുക്കണം കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും വറ്റൽമുളക് ചതച്ചതും കൂടെ എരിവിനനുസരിച്ചിട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞിന് എരിവില്ലാതെ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കറി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കുഞ്ഞിനുള്ളത് ഞാൻ താളിച്ചെടുക്കുന്നുണ്ട്. ആൾക്ക് ജസ്റ്റ് കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെമ്മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി അതിലേക്ക് ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് താളിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഈ ചെമ്മീനും കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ചോറ് കഴിക്കാൻ വന്നു. ചേട്ടനും ചോറ് വിളമ്പി കൊടുത്ത് അത് കഴിഞ്ഞ് മോക്കും ചോറ് വാരി കൊടുത്തിട്ട് ഞാനും ഫുഡ് എടുത്ത് കഴിച്ചേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.